അച്ഛയോ കൈപ്പയ്ക്കപ്പേരി കൂട്ടില്ലേ? അപ്പോഴേ ഇപ്പം പോയി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അമ്മയ്ക്കില്ലേ വായ കച്ചിട്ടേ ഒന്നും പറ്റണില്ല. അപ്പോൾ അമ്മ പറഞ്ഞു കൈപ്പയ്ക്ക് ഒന്ന് വാട്ടി തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ അത് വാട്ടി കൊടുക്കുകയാണ് പറഞ്ഞാൽ കഴിക്കും. ഇടിവാള് മിന്നുണ്ടോ? ഇപ്പം മിന്നിയോ? ഇല്ലല്ലോ. ഇന്നിതാ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് കേട്ടോ നമ്മുടെ മഴക്കാലം വന്നു പറഞ്ഞില്ലേ. ഇന്ന് 1-ാം തീയതി ഇടവ മാസം കഴുകിയോ? അപ്പോൾ എന്താണ് എന്താ എന്നാ തോന്നുന്നത്? ഞാൻ കലണ്ടറിൽ നോക്കിയിട്ടില്ല കേട്ടോ. ഇടവം മിഥുനൊന്നും അറിയില്ല സത്യം. കലണ്ടർ നോക്കില്ല. ഈ വീട്ടിലില്ലേ, നമ്മുടെ പുതിയ വീട്ടിൽ കലണ്ടർ ഇല്ല കേട്ടോ. ഒരു കലണ്ടറില്ല. അത് കുട്ടികൾ കീറിച്ചു. പിറന്നാളാവുന്ന സമയത്തില്ലേ അപ്പം അമ്മ വിളിച്ചിട്ട് പറയും എന്താ പ്രസിയെ കുട്ടികളുടെ പിറന്നാൾ ഇന്ന ദിവസമാണ് എന്നുള്ളത്. അപ്പം നമ്മൾ ആ ദിവസം കഴിക്കും. ഇവിടെ അമ്പലത്തിൽ ചോദിക്കുമ്പോൾ അതന്നെ, മറ്റേതൊന്നും നമുക്കൊരു ഓർമ്മയില്ല. എന്താ മുട്ടിച്ചിരിക്കുന്നത്? ഇനിതാ ഇടവം കഴിഞ്ഞ മിഥുന മാസിൽ എൻ്റെ അമ്മൂൻ്റെ പിറന്നാളാണ് കേട്ടോ. കണ്ടോ, ജൂൺ 23. അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് എന്താ ജൂൺ 29-ാം തീയതിയാണ് കേട്ടോ വരിക ഡേറ്റ്. നമ്മൾ ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ, ജനിച്ച ദിവസമല്ലേ നോക്കുക. പക്ഷെ ഞാൻ ഇവളുടെ നാൾക്ക് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. എൻ്റെയും അമ്മൂൻ്റെയും നാള് അത്താണ്. ഞങ്ങൾ രണ്ടുപേരും എന്താ പെണ്ണത്തം പൊന്നത്തം എന്ന് പറയില്ലേ. പക്ഷേ ചില ആൾക്കാർ പറയും പ്രസി എന്താ അത്ത നാൾ ഭയങ്കര കഷ്ടമാണ് എന്നുള്ളത്. സത്യമാണ് കേട്ടോ. നമുക്ക് ചില സമയത്തൊന്നും ഒരു കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമാണ്. ഒരു കൈപ്പയ്ക്ക് എടുത്തുള്ളൂ, ഒരു കൈപ്പയ്ക്ക് മതി പറഞ്ഞിട്ട് കേട്ടോ. അമ്മയും എന്താ അനിയനും ഞാനും മാത്രമേ കഴിക്കുള്ളൂ. നിങ്ങൾക്കായിരിക്കും വേണമല്ലോ. ഇന്നേ ഇവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം അത് മതി വിചാരിച്ചു. ഇനി മഴ തുടങ്ങി, തണുപ്പ് തുടങ്ങിയിട്ടോ. ഈ മഴ ഇങ്ങനെ പെയ്താൽ തന്നെ തണുപ്പ്. പക്ഷെ നമ്മുടെ തറവാട്ടിലത്തെ അത്ര സുഖമൊന്നുമില്ല ഇതിലേ. ഇവിടെ ഒരു ചൂടന്നേലേട്ടാ. ഇവിടെ പറഞ്ഞാ ശബ്ദം കേട്ടിട്ട് ഇവര് മഴയുടെ അല്ലേ. ഇവര് തറവാട്ടിലെ ഇവിടെ മഴ പെയ്യുമ്പോഴേക്കും അവിടെ പോയി കറങ്ങാലോ. അപ്പൊ അവിടെ ആരും അച്ഛനൊന്നും ഇല്ലല്ലോ, ഞാൻ മാത്രം ആ സൈഡ് കറക്കുന്നത് പേടിക്കുള്ളൂ. സുകന്യയും ഇടിവാള് പിന്നുണ്ട്. സുകന്യ അനിയനൊക്കെ ഒരു റൂമിൽ കിടക്കുകയും ചെയ്യും. കുട്ടികളാണ് പറഞ്ഞാൽ ഇപ്പുറത്ത് കിടക്കുമ്പോൾ ഒരു അന്തം ഇല്ല കേട്ടോ. ഇത് എന്താ ഈ പെരയും ആ പെരയും പാടെ വ്യത്യാസമുള്ള പോലെ തോന്നുള്ളൂ അല്ലേ. എനിക്കും തന്നെ സത്യം പറയാച്ചല്ലേ അവിടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ, അവിടെ അല്ല എവിടെയും എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര പേടിയാണ്. അവിടെ കിടക്കുമ്പോ വിളിച്ചാലും കൂടി കേൾക്കൂല റൂമിക്ക്. എവിടെ? അവിടെ താഴെ കിടക്കുമ്പോ ഇവര് അച്ഛമ്മേന്റെ അവിടെയും അമ്മേന്റെ അവിടെയും വിളിച്ചാൽ കേൾക്കും. അമ്മേന്റെ അവിടെ വിളിച്ചാൽ കേൾക്കില്ല. അതിനെന്താ ഈ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ റൂം അടച്ചു കഴിഞ്ഞാ വെച്ചാൽ എങ്ങനെ കേൾക്കുക? ബാ വരും. ആ പലക എടുത്തിട്ട് വരുമോ? ആ പലകടെ ഈ ഒരു സംഭവം പോയിട്ടത് അവിടുത്തെ അത് പോയതും കൊണ്ട് നല്ല സുഖമാണ്. എവിടെ ടൈലുള്ളൂ പറഞ്ഞാൽ അവിടെ വെക്കാം. കത്തി മേടിക്കാന്നിട്ട് കത്തി ഞാൻ മേടിക്കും. അപ്പൊ ഈ ഓർഡർ ചെയ്യുന്ന ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പൈസ എടുത്ത് മേടിക്കും. ഇത് എന്തിനാ മേടിച്ച് വയ്ക്കുക? ഇതില് നമ്മൾ ഉള്ളിയൊന്നും കൂട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് ഉള്ളിയൊന്നും ഇഷ്ടമല്ല. എന്താ അയ്യോ എന്താ നീ കേട്ടോ വെള്ളം കൂട്ടാണ്ട് എങ്ങനെയാ അത് വേവിക്കുന്നത്? ഇതൊന്നുകൂടി മേടിക്കാൻ പറയാം. ബുക്ക് മേടിക്കാൻ പോലമ്മ. ഇതാട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ. കിടന്ന് വേവട്ടെ. വയ്ക്കും. കുറച്ച് കഞ്ഞി അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. അച്ഛനക്ക് കഴിക്കാൻ കഞ്ഞി വേണം പറഞ്ഞിട്ട് അത് ചൂടോടെ കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ തന്നെയാണ്. ചായ ഇപ്പം ഞാൻ കളഞ്ഞു. ഇവിടെ ചായ വെച്ച് കഴിഞ്ഞാലേ അത് നീ ഉണ്ടാക്കിയ ചായയാണ്. അതിനുണ്ടാക്കിയ ചായല്ലേ? കിച്ചുണ്ടാക്കിയതാ അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. എന്ത് എന്താ കിച്ചു കാണിക്കുന്നത്? ഡാൻസ് കളിച്ച്
എന്ത് കിച്ചൺ ഡാൻസ് കിച്ചൂടെ എന്തിനാടി അവനെ വെറുതെ കളിയാക്കണത്? ചപ്പാത്തി നല്ല കടക്കുമ്പോ കളിച്ചിരുന്നു. ചപ്പാത്തിയാ വേണ്ടേ? എന്താ ഇതാ വേണ്ട? ചക്കരക്കിഴങ്ങാ വേണ്ട? ഏട്ടാ ഏട്ടനെന്താ വേണ്ടേ? പാല് മേടിക്കുന്നത് പാലെന്തിനാ? ബ്രൂ ഉണ്ടാക്കി കുടിക്കാൻ. ആ പാല് ബൂസ്റ്റ് കൊടുന്ന ഏട്ടൻ വാങ്ങിട്ട് വരാനാ പറയുന്നത് അവനെ അല്ലേ? അച്ചു ആ ചക്കരക്കിഴങ്ങ് പൊളിച്ചാ മതി. ഇല്ലേട്ടാ ചക്കരക്കിഴങ്ങ് പോരെ? ഇന്നലെ ചപ്പാത്തി 10 ചപ്പാത്തി ഉണ്ടാക്കിട്ട് ഇന്ന് എപ്പോഴാ ചപ്പാത്തി കഴിഞ്ഞേക്കണ് പറഞ്ഞ ചക്കരക്കിഴങ്ങ് ചപ്പാത്തി ഉണ്ടായിരുന്നു. ആ രാവിലെ മുതലുണ്ടായിരുന്നു ചപ്പാത്തി. ആ അച്ഛനക്ക് കഞ്ഞിയൊന്ന് തിളപ്പിക്കട്ടെ, ഇപ്പൊ തരാ പറ. 7 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. ചിലപ്പോ നാളെ തിങ്കളാഴ്ച കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ കഞ്ഞി ഇപ്പൊ വേണ്ട പറയും. നാളെ തിങ്കളാഴ്ച ഒരു 5 മിനിറ്റ് വൈകി. നാളെ തിങ്കളാഴ്ച അല്ലേ? എന്ത് ചന്തക്കുണ്ടോ? നാളെ ചന്തക്കോ? ചന്തക്ക് ഊണുണ്ട് ഏട്ടാ. അച്ഛന് 100 ഗ്രാം. എൻ്റെ അടുത്തേ എന്താ കൂട്ടുകാർ പറയണേ, ചേച്ചി ഇത് ചെയ്യണതില്ലേ, ഇതിൽ ഇങ്ങനെ നമ്മൾ ചക്കരക്കിഴങ്ങ് പുഴുങ്ങണത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയാൽ മതിയെന്ന്. അത്രയേ ഉള്ളൂ 100. അതിലാ ഇതൊക്കെ കളി വേവിക്കണ്ട. ആ അങ്ങനെ പറയാം. നമ്മളിവിടെ ആവിയിൽ ഇങ്ങനെ ഇത് ചെയ്യാറ്. ഇപ്പോൾ ഇത് നല്ല വാടി വന്നിട്ടില്ലേ, കണ്ടോ? ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് കാട്ടുമെന്നറിയോ? ഇതിന് പച്ച വെളിച്ചെണ്ണ അല്ലേ, അറിയില്ല. നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്താലല്ലേ അറിയുള്ളൂ. മണ്ണ് കളയതായോ? എന്താണ് എന്താണ് തെക്കുണ്ട് പറഞ്ഞു. വീണ്ടും മടിയുണ്ട്. വേണ്ട എന്നെ ഉപദ്രവിക്കുക, എന്നെ വെറുതെ വിടറങ്ങേ. എന്താണ് അവ എന്നെ കുത്ത അമ്മ കളിക്കണ്ടടാ. അമ്മൂനാണെങ്കിലോ, അമ്മൂന് ആരെങ്കിലും ഒന്ന് തൊട്ട അമ്മൂന് പെട്ടെന്ന് കിട്ടുണ്ടോ വെറുതെ വേണ്ട. നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾ തമ്മിൽ നിർത്തോളി, എന്നെ ഇതിൽ ഉൾപ്പെടുത്തേ വേണ്ട അല്ലേട്ടാ. ഇതാകുമ്പോൾ എന്താണെന്നറിയോ, ഒന്നാമത് കയ്പ്പ്, അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടാ കിട്ടുണ്ടോ, കൈ കിട്ടുന്ന കിട്ടും. പിന്നെന്തൊക്കെയാ ഇഷ്ടമല്ല? പിന്നെ വേറൊന്നുമില്ല, വഴുതനങ്ങയും കയ്പയ്ക്ക് ഇഷ്ടമല്ല. അമ്മു ഞാനും പാടതാ കണ്ടോ? അമ്മൂൻ്റെ അച്ഛൻ്റെ പോലെ വരുന്ന ഒന്നിന്. ഇപ്പം അച്ഛൻ്റെ അമ്മായിയുടെ ഒക്കെ ഷേപ്പൊന്ന് മാറിയിട്ടോ. എല്ലാവരും പറഞ്ഞിരുന്നു ആദ്യം അമ്മു അവരുടെ ഷേപ്പാണ് എന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല, ഏട്ടന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഇപ്പം നല്ല മാറ്റം വന്നില്ലേ അവള്? അമ്മു അവളുടെ ഷേപ്പാണ്, അച്ചു എൻ്റെ അമ്മയുടെ ഷേപ്പാണ് പറയട്ടോ. അമ്മയ്ക്ക് അത് കേൾക്കുമ്പോഴേക്ക് എന്തോ ഒരു സന്തോഷം വെച്ചിട്ടാ. അയ്യോ അച്ചുട്ടി എൻ്റെ ഷേപ്പല്ലേ, എൻ്റെ ഷേപ്പല്ലേ, എൻ്റെ കുട്ടിയാണ്, എൻ്റെ മുത്താണ്, എൻ്റെ സ്വർണ്ണമാണ് എന്നൊക്കെ പറയട്ടോ അമ്മ. എന്താ അമ്മുട്ടി പൊതുവേ അമ്മയ്ക്കില്ലേ, നിങ്ങൾ വീഡിയോ കൂടെ ഒക്കെ ഇങ്ങനെ പറയില്ലേ അച്ചുട്ടി അമ്മമ്മയുടെ പോലെയാണ്, അമ്മമ്മയുടെ പോലെയാണ്, അതൊക്കെ കമൻറ്റിൽ കൂടെ അങ്ങനെ കാണുമ്പോഴല്ലേ അമ്മയ്ക്ക് കിട്ടുന്ന ഒരു സന്തോഷമല്ലേ. അതേപോലെ കിച്ചുട്ടൻ എൻ്റെ പോലെയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും അയ്യോ അതന്നെ ഇതാ നമ്മുടെ കൈപ്പയ്ക്ക ഇതാ ആയിട്ടോ.
പനിയൊക്കെ ഉള്ള സമയത്തല്ലേ ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ്. എൻ്റെ ദൈവമേ, എന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്തോളാം. മാറി മാറി മാറി, ഞാൻ ചെയ്തോളാം. കണ്ടോ, അത് അത്രേ ഉള്ളൂ. അല്ല ഇങ്ങനെയല്ല ആക്കുക. 2 പ്രാവശ്യം ഇവിടെ കത്തിക്കാൻ നോക്കിയിട്ട് ഇതായിട്ടോ, കൈപ്പയ്ക്കായി. ഇനി ഇതൊന്ന് കഞ്ഞിയും കൂടി. എന്താണ് എൻ്റെ കയ്യിലിട്ട് രസമില്ലാണ്. ഇങ്ങനല്ലേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ സംഭവം. പക്ഷെ ചിലവർക്കൊന്നും അധികം ഇഷ്ടാവില്ല. അമ്മയ്ക്ക് എന്താണെന്നറിയില്ല, ആദ്യം അവർ ഞങ്ങോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഞങ്ങളല്ലേ കഞ്ഞി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. കഞ്ഞി കറണ്ടില്ല അമ്മ. ഇന്നലെ നമുക്കില്ലേ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും കറണ്ടൊക്കെ പോയിട്ടേ, അപ്പോൾ വീഡിയോ എടുത്തില്ല. കഴിക്കാൻ കൊടുക്കുന്നവരെ അത് കഴിഞ്ഞ് കറണ്ടും ഇല്ലാണ്ട് നമ്മൾ പോസ്റ്റായിട്ട് ഇങ്ങനെ നിന്നൂല്ലേ. എപ്പോഴാണ് കറണ്ട് വന്നറിയോ? നല്ല വൈകിട്ടാട്ടോ കറണ്ട് വന്നത്. 9 മണിയായിട്ട്. 9 മണി കഴിഞ്ഞടി. എന്നിട്ട് വന്നു പോയി കൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ആ എന്താ അത്ര വെള്ളം മാത്രമേ? ഇതെന്ത് വെച്ചാ? കൂട്ടാന് വെച്ചാലേ ഒരു മക്കൾക്ക് ഇപ്പോൾ വേണ്ട കേട്ടോ. പേരി ഉണ്ടാക്കിയാലും അവർക്ക് 3 ഉള്ളതില് 4 ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. പച്ചക്കറിയോ ഫാൻസി സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട്. ഫാൻസി സാധനങ്ങൾ ഇടാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ വിചാരിച്ച് പച്ചക്കറി ഇടാന്ന്. ടാറ്റാ, ബൈ ബൈ, സി യു. അഹല്യാൻറ്റി എല്ലാവരും ഇത്. അപ്പോൾ രാവിലത്തെ അവിടെ അടിക്കൽ, കോരൽ, പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇവിടുത്തെ മിറ്റടിക്കുന്നതും കഴിഞ്ഞു. അമ്മ തുടയ്ക്കാൻ വന്നു. ഉള്ളടിച്ചു പോയി കൊടുത്തു കേട്ടോ. 2 ചോറ് എന്താ ഇനി ചോറ് വെക്കേണ്ടത്. ചോറ് ആദ്യം അമ്മയ്ക്ക് പൊടിയരിയിട്ട് കഞ്ഞി വെച്ചു. പിന്നെയും കൈപ്പയ്ക്ക വാട്ടിയിട്ട് രാവിലെ കഞ്ഞി കൊടുത്തു കേട്ടോ. ഇത്രയും വലുതാ? 2 തട്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുമോ? ഇത്ര വലുത് വേണ്ടായിരുന്നില്ല അല്ലേ പച്ചക്കറി ഇടാൻ? വേണോ? ഡാഡാടെ കേട് വരുത്തട്ടാ. ഇത് ഞാൻ വാങ്ങണ സമയത്തില്ലേ 300 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഇല്ലേ ഇതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള ഒരു സാധനം ഉണ്ടേ ഉണ്ടെന്ന്, ഒരു കവർ ഉണ്ടായില്ലേ. ആ കവറിലുണ്ട് അടപ്പ് പോലത്തെ. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ 300 രൂപയുള്ളൂ കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ അതിന് 400 എത്രയോ രൂപ ഉണ്ട്. ഇതെവിടെ ക്യാരം ബോർഡ് ഇങ്ങോട്ട് പുറത്ത് കൊണ്ട് നോക്കി വെറുതെ. പച്ചക്കറികളൊക്കെ ആൾക്കാർ വരുമ്പോ കാണാനോ. കേട് വരുത്തണ്ടെങ്കി അതേ എവിടെ അമ്മ വെക്കേണ്ടത്? അതാ ഞാൻ വെറുതെ വെച്ചതാണ് കേട്ടോ. അവിടെ തന്നെ വെക്കണം. പക്ഷെ അവിടെ വല്ലാണ്ട് വെക്കാനും പറ്റില്ല ചേട്ടാ. 2 തട്ടാക്കിട്ട് മുറുക്കി കണ്ടോ. ഇപ്പൊ തൽക്കാലം ഇവിടെ വെക്കാം. ഈ ഉരുളി മാറ്റിയിട്ട് ആ ഉരുളി ഇങ്ങോട്ട് മാറ്റട്ടെ. ഇത് മേമയുടെ റൂമിലൊന്ന് കൊണ്ടു വെച്ചിട്ട് വന്നാ. ഈ സാധനം മേമ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിയതാ. ഇത് കൊണ്ടു വെച്ചിട്ട് വാ. അതന്നെ ഞാൻ എണ്ണിട്ട് വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചല്ലേ. ഇവിടെ കാണിക്കണം. ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടാ മതി.
ഓ എന്താ പറയുന്ന ഏട്ടാ? ഫ്രിഡ്ജിന് എന്താ പറഞ്ഞ മുട്ടി അച്ഛമ്മ കുളിക്കില്ല അത്രേ? അച്ഛൻ്റെ അടുത്ത് കുളിക്കുകയാണ് പറഞ്ഞു. എവിടെ വയ്ക്കാനുള്ളതല്ലേ പച്ചക്കറി എന്ന് പറയാൻ വല്ലാണ്ടൊന്നുമില്ല. ഇതെന്താണെന്നറിയോ, ഇങ്ങനെ ഞാൻ കുറേ ദിവസമായിട്ടോ ഇതിങ്ങനെ വിചാരിക്കുന്നു, ഇത് എവിടെയാണ് എന്നുള്ളത്. പക്ഷെ കണ്ട് കിട്ടി മാങ്ങകൾ ഇവിടെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പറഞ്ഞാലേ മക്കൾക്ക് ഫ്രിഡ്ജ് കൊണ്ടുവരുമ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും വെക്കാം. ഫ്രിഡ്ജ് എന്തായാലും വേങ്ങണം അല്ലേ? ഇവിടെ കൊള്ളാനേ വാങ്ങുള്ളൂ. കൊള്ളാൻ അല്ലാത്തതൊന്നും വാങ്ങില്ല. ഇതാവുമ്പോ എന്താണെന്നറിയോ, ഇങ്ങനെ വെക്കേണ്ടത് ഇങ്ങനെ വെച്ചാൽ മതിയോ? ഇങ്ങനത്തെ ഒന്നും കൂടി ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചേട്ടോ. കുട്ടികളുടെ ഈ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തെന്നറിയോ, പേന പെൻസില് കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ, അത് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പിന്നെ നോക്കുമ്പോൾ നല്ല വില കൂടിയപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയില്ല. ഇതും അതേപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. അത് എന്തിനു വേണ്ടിയിട്ട് വാങ്ങിയതാണെന്നറിയോ, നമ്മൾ എണ്ണ വെക്കുമ്പോൾ എണ്ണ പുറത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഓരോ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായില്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ വൃത്തിയേടായി കിടക്കും. ഇതിനെത്ര 100 ഒക്കെ രൂപയുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്തേ ആരാ പറഞ്ഞു? ഇല്ല. എനിക്ക് കയറി കിടക്കാൻ ഇതിൽ വെച്ച് കാണിച്ചു കൊടുക്ക്. ഇത് നമ്മൾ അവിടെയല്ലേ വെച്ചിരുന്നത്, അപ്പൊ അത് അവിടെ വൃത്തിയിലിരിക്കുമല്ലോ. എന്താ ഏട്ടന് ഉപകാരമില്ല പറയുന്നത്? പക്ഷേ പണിതിട്ടുണ്ട് കേട്ടോ. അതെന്താന്ന് പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെ നമ്മൾ വലിക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ വേറെ പാത്രങ്ങൾ ഇട്ടതും കൊണ്ട് എണ്ണ അങ്ങനെ താഴേക്ക് വീഴുക. അപ്പോൾ താഴേക്ക് വീണിട്ട് അവിടെ അപ്പോൾ എങ്ങനെയായാലും താഴേക്ക് വീഴുന്നുണ്ടല്ലോ മുട്ടിയത്. ചെയ്യുമ്പോൾ ആ വലിക്കുമ്പോൾ താഴേക്ക് വീഴുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ എന്നറിയില്ല. അതാ ഇങ്ങനെ വെക്കാലോ എന്ന് വിചാരിച്ചു. ഇത് ഇതിപ്പോൾ ഞാൻ പിടിച്ച് ശരിയാവണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് കുറ്റം പറയരുത്, എന്നെ ചെയ്ത് മാത്രം. ഇത് കണ്ടോ, ഇങ്ങനെ ഇപ്പോൾ കാണുമ്പോഴും ഒരു വൃത്തിയില്ലേ, നമുക്കെടുത്ത് തുടയ്ക്കാനും ഇതാണ് പറഞ്ഞു വെച്ചാൽ സോപ്പിട്ട് കഴുകാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വാങ്ങി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിയേട്ടൻ ഞാൻ വാങ്ങിയത് തീരെ ഇഷ്ടമായിട്ടില്ല. ഏത് വീട്ടിലും ഉണ്ടാവും കിച്ചോട്ട ഇതുപോലെ നമ്മൾ ആലുവടുപ്പിൻ്റെ മുമ്പിൽ വെച്ചതാട്ടോ. അത് പച്ചരിയാണ്, പച്ചരി. ശരിക്കും പറഞ്ഞാലേ ഈ പ്ലാസ്റ്റിക് കവറുകളെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ചില്ലറയൊന്നും അല്ല അല്ലേ അച്ചോ? ഈ എണ്ണ ഈ വെച്ചോ, ഇത് തലേ തേക്കുള്ളതാ. ഇത് അപ്പോൾ ഇത് ഈ സോപ്പ് വേണ്ട, സോപ്പൊക്കെ ഇവിടെ വെച്ചു വൃത്തിയിലുണ്ട് കേട്ടോ. അച്ചോ നീ ആ ബെഡ് വിരിയൊന്ന് വിരിച്ച. ചില സമയത്ത് എൻ്റെ മക്കൾക്കില്ലേ ഭയങ്കര ഉഷാറായിരിക്കും, ചില സമയത്ത് എൻ്റെ മക്കൾക്കില്ലേ ഉഷാറേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കഞ്ഞി കുടിക്കട്ടെ, വെള്ളച്ചോറ്. അമ്മോ ചേച്ചി കണ്ടോ? അച്ചു ഈ കുളിക്കില്ലേ രാവിലെ? എണീറ്റ് വന്നത് എപ്പോഴാണെന്നറിയോ? 9:30 കേട്ടോ. അത് വിളിച്ച് നീക്കി പറഞ്ഞിട്ട് വിളിച്ചോ അങ്ങോട്ട് നീച്ച് വന്നതാണ്.
അപ്പൊക്ക് എൻ്റെ ഏകദേശ പണികൾ കഴിഞ്ഞു. ഒന്ന് പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഇന്നലെ മത്തൻ്റെ ഇല കൂട്ടാൻ വെച്ചത് കുറച്ചുണ്ട് കേട്ടോ ഇരിക്കണോ, 2-3 കഷ്ണം സ്രാവുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു ഈ പനിയാണെന്ന് വെച്ചാലും ഈ പ്രോട്ടീനുള്ള സാധനങ്ങൾ കൊടുത്താൽ കുറച്ച് ഉഷാറുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട്, ചിക്കന് നല്ല വിലയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ പറഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങും പാടെ ഇട്ടിട്ടൊരു ചാറുകറിയില്ലേ, കുറച്ച് നീട്ടിയിട്ട് പറഞ്ഞാൽ അങ്ങനെ ചാറുകറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഉപ്പേരി, കൈപ്പയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 കൂടി ഉണ്ട് ഇനി അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഞാനില്ലേ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ അത് കഴിഞ്ഞ് കുറേ നേരം കള്ളനും പോലീസും അങ്ങനെയൊക്കെ കളിക്കാനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നും നടന്നില്ല കുട്ടികളെ കൊണ്ട്. അപ്പോൾ നാളെ കാണാം.